സുന്നികൾക്കിടയിലെ വിഭാഗീയത മലയാളം ടെലിവിഷന്റെ വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൻ പ്രതികരണം. വാർത്ത കണ്ടത് ലക്ഷക്കണക്കിന് പേർ. മലയാളം ടെലിവിഷന് വധഭീഷണി. സുന്നി വിഭാഗങ്ങൾക്കിടയിലെ തർക്കങ്ങളെ തുടർന്ന് അടച്ചുപൂട്ടുന്ന പള്ളികളെയും മദ്രസകളെയും കുറിച്ച് കഴിഞ്ഞ ദിവസം മലയാളം ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായത്. വാർത്ത കണ്ട 90% പ്രേക്ഷകരും ഇരുവിഭാഗത്തെയും അംഗീകരിക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ എപിയും ഇകെയും ചേർന്ന് മറ്റു മതങ്ങൾക്കിടയിൽ അപഹാസ്യമാക്കുന്നു എന്ന അഭിപ്രായമാണ് ഉയരുന്നത്. പഴയ കാരണവന്മാർ നാടുനീളെ പിരിവെടുത്തും വിയർപ്പൊഴുക്കിയും നിർമ്മിച്ച പള്ളികളും മദ്രസകളും ഇന്ന് അധികാരത്തിന്റെയും പണപ്പിരിവിന്റെയും കേന്ദ്രങ്ങളാക്കി മാറ്റാനുമാണ് പള്ളികളിൽ കലാപമുണ്ടാക്കുന്നത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എപിയും ഇകെയും പള്ളികളിൽ കലാപമുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ പോലീസിനെ കാവൽ നിർത്തേണ്ടി വന്നതിന് എപിയും ഇകെയും എന്ത് ഉത്തരമാണ് ഈ സമുദായത്തിന് നൽകാനുള്ളത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും പള്ളി പൂട്ടിക്കാൻ വരുന്നില്ല. മറിച്ച് ഇസ്ലാം വേഷധാരികളായ ഈ പണ്ഡിത സമൂഹം പൂട്ടിച്ച പള്ളികൾക്ക് കണക്കുണ്ടോ? എന്തിനു വേണ്ടിയാണിത്? സ്റ്റേജിലും പള്ളി മിൻബറയിലും കയറി നിന്ന് പരസ്പരം തെറി അഭിഷേകം ചെയ്ത പണ്ഡിത സമൂഹം ഈ സമുദായത്തിനു വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഉത്തരമില്ലാതാകുന്നു. ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇകെ എപി വിഭാഗങ്ങൾക്ക് ഉണ്ട്. ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്ന ശാന്തിയും സമാധാനവും ഇല്ലാതാക്കുന്നത് ഇവർ തന്നെയല്ലേ എന്ന ചോദ്യവും ഉയരുന്നു. വാർത്തയ്ക്കെതിരെ തെറി പറയുന്ന എപി ഇകെ അനുയായികളും കുറവല്ല. എന്തായാലും മുസ്ലിം സമുദായം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇത്തരം തർക്കങ്ങൾ എന്നതാണ് വാസ്തവം. പിന്നെ ആർക്കു വേണ്ടിയാണ് ഇവർ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.